ഹലോ, ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അമൃതം പൊടി വെച്ചിട്ട് നല്ല അടിപൊളി പുട്ടുണ്ടാക്കിയെടുത്താലോ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ട കേട്ടോ. നമുക്ക് ഈ പുട്ടുണ്ടാക്കിയെടുക്കാൻ നല്ല സോഫ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഒരു ദിവസം വെച്ചാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ അമൃതം പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ പുട്ടുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. അമൃതം പൊടി ഒന്നും ആരും വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറി പോലും വേണ്ട കേട്ടോ. കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ഈ അമൃതം പൊടി ഒന്ന് അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അളന്നെടുത്തപ്പോൾ 4 കപ്പ് അമൃതം പൊടി ഉണ്ട് കേട്ടോ. ഇതിൽ കറക്റ്റ് 4 കപ്പ് അമൃതം പൊടിയാണ് ഉള്ളത്. അത് നമ്മൾ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കപ്പ് ചോറാണ് കേട്ടോ. നമ്മൾ അന്ന് വെച്ചതായാലും ശരി, തലേ ദിവസത്തെ ചോറായാലും ശരി കേട്ടോ. അത് വെച്ചിട്ട് കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി മിക്സാക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അതൊക്കെ ചീവി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴല്ല, നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം. ഇപ്പോൾ അതാ നമ്മൾ കൈ വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് വാരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു 2-3 പിടി വാരിയിട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. കൂടുതൽ നേരം കറക്കിയെടുക്കരുത്, അപ്പോൾ ഇത് കട്ടായി പോകും കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റി ആയിട്ടുള്ള പുട്ടുപൊടിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പൊടി കൊണ്ട് ഒരുപാട് ഉണ്ടാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. 4 ചിരട്ടപ്പൊട്ടും 1 കുറ്റിപ്പുട്ടും മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറ്റിപ്പുട്ടിൽ ആദ്യം ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഇടയിലിടയിൽ തേങ്ങയും നമ്മുടെ പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചിരട്ടപ്പൊട്ടിൽ നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം ആവി കയറ്റിയതിന് ശേഷം നമുക്കിത് കുത്തിയെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പുട്ടാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.